ഇ. അപ്പൊ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. ഷെഡ്യൂൾ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഫോം. ഓക്കെ, അപ്പൊ ഷെഡ്യൂൾ എ കണ്ടത് അപ്പൊ തന്നെ ആപ്ലിക്കേഷൻ ഫോം ആണെന്ന് ആലോചിക്കുക. ഷെഡ്യൂൾ ബി എന്ന് പറയുന്നത് ഫീസ്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഫീസ് ആണ്. ഓരോ പ്രൊസീജിയറിന് വേണ്ടിയിട്ടും നമ്മൾ എടുക്കുന്ന ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷെഡ്യൂൾ ബി എന്ന് പറയുക. ഇനി ഷെഡ്യൂൾ സി ആവുമ്പോഴോ എന്താ വരിക? ലിസ്റ്റ് ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. ബയോളജിക്കൽ പ്രോഡക്ട്സിന്റെ ലിസ്റ്റിനെയാണ് ഷെഡ്യൂൾ സിക്കകത്ത് പറയുന്നത്. ഷെഡ്യൂൾ ഡി എന്ന് പറഞ്ഞാൽ ഡ്രഗ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇമ്പോർട്ട്. ഓക്കെ, സോ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഡ്രഗ്സ്, അതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നതാണ് ഷെഡ്യൂൾ ഡി. ആൻഡ് ഷെഡ്യൂൾ ഇ എന്ന് പറയുന്നത് ഇതിലെന്നാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലൂ ഇട്ടിരിക്കുന്നത്. എന്താ അത്? ദ ഡ്രഗ്സ് വിച്ച് ഫൗണ്ട് ടു ബി പോയിസൺ ഇൻ ആയുർവേദിക്, യുനാനി അങ്ങനെയുള്ള അതർ അലോപ്പതിക് സിസ്റ്റത്തില് ഈ പറയുന്നത് പോലെ ഒരു ടോക്സിസിറ്റി, ഒരു പോയിസൺ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷെഡ്യൂൾ ഇ എന്ന കാറ്റഗറിയിൽ നമ്മൾ വിളിക്കുക. ഓക്കെ, സോ നമുക്ക് ഇനി ജൂറിസ്റ്റിന്റെ ബാക്കി തിയറിയിലേക്ക് പോവാം. ഒന്ന് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, സോ നമ്മള് കുഴപ്പമില്ല അല്ലെ? സോ ഫാർമസി ആക്ട് പറഞ്ഞു, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനെ പറ്റിയിട്ടുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ആർ ഇലക്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഫ്രം എമംഗ് ദംസെൽസ്. അതായത് നമുക്കറിയണം, പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആരാണ് തീരുമാനിക്കുന്നത്? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിടെയുള്ള മെമ്പേഴ്സ്. ആ ഒരു ഫാർമസി കൗൺസിൽ നമ്മളിപ്പോ പറഞ്ഞു, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, ഇലക്ടഡ് മെമ്പേഴ്സ് ഉണ്ട്, എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഈ മെമ്പേഴ്സ് ആണ് അവിടെ ആരാണ് പ്രസിഡന്റ്, ആരാണ് സെക്രട്ടറി എന്നൊക്കെ തീരുമാനിക്കുന്നത് മെമ്പേഴ്സ് ഓഫ് ദ സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ. ആൻഡ് ദേ ഹോൾഡ് ഓഫീസ് ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 5 years. അതായത് 5 വർഷത്തിൽ കൂടാൻ പാടില്ല. നമ്മൾ പറഞ്ഞില്ല, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എത്ര വർഷം കൂടുമ്പോഴാ? 5 years കൂടുമ്പോൾ നമ്മൾ ഈ ആൾക്കാരെ മാറ്റും. സോ ആൻഡ് നോട്ട് എക്സീഡിങ് ബിയോണ്ട് ദ expiry of their term as the member of the Central Council. They are, however, eligible for re-election. Okay, അപ്പൊ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് അവിടെയുള്ള മെമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെന്താ? കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഓക്കെ, 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ മെമ്പേഴ്സ് തന്നെ തീരുമാനിക്കും. 5 വർഷത്തേക്കായിരിക്കും തീരുമാനിക്കുന്നത്. 5 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും? റീ ഇലക്ഷന് ഇവര് ബാധ്യസ്ഥരാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇഫ് ദ ടേം ഓഫ് ദ പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ആസ് എ മെമ്പർ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ expires before the expiry of the full term for which he is elected, he shall, if he is re-elected or renominated as a member of the Central Council, continue to hold office as the president or vice president for the full term for which he is elected to such office. അതായത് ഇവ ഒരാളെ നമ്മൾ തീരുമാനിക്കാൻ 5 വർഷത്തെ കാലാവധിക്കാണ് നമ്മൾ ഒരാളെ ഒരു ഇലക്ഷൻ എടുത്ത് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 5 വർഷം പൂർത്തീകരിക്കുവാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇലക്ഷൻ വന്നു എന്നിരിക്കട്ടെ, അതായത് ഇപ്പം അയാളെ നമ്മൾ പറയുകയാണ്, ഇപ്പൊ 2010 ഫാർമസി കൗൺസില് ഒരു മെമ്പേഴ്സിനെ ഇലക്ട് ചെയ്ത് അതിനകത്ത് ഒരു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് 2010 ചൂസ് ചെയ്തു എന്നിരിക്കട്ടെ. 2015 അയാളുടെ കാലാവധി തീരും. പക്ഷെ 2014 PCI റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി PCIയുടെ 5 വർഷമായി എന്നിരിക്കട്ടെ. 2009 ചിലപ്പം PCIയുടെ 5 വർഷം തികഞ്ഞതെങ്കിൽ 2014 അടുത്ത 5 വർഷം. അപ്പൊ ആ സമയം നമ്മുടെ ഈ പറയുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥാനം ഒഴിയണോ എന്നാണ് ചോദ്യം. ഈ അയാളുടെ പേരും
നോമിനേഷനിലുണ്ടെങ്കിൽ അയാൾ സ്ഥാനം ഒഴിയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ സ്ഥാനം ഒഴിയേണ്ട കാര്യമില്ല. ഹി ക്യാൻ കണ്ടിന്യൂ ടു ഹോൾഡ് ദ ഓഫീസ് ആസ് ദ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഫോർ ദ ഫുൾ ടേം ഫോർ വിച്ച് ഹി ഈസ് ഇലക്ടഡ് ടു സച്ച് ഓഫീസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻസ് ആർ ടു ബി കണ്ടക്റ്റഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട് the same can be referred to the central government whose decision shall be final. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ ഇടയിൽ ഉണ്ടായി എന്നിരിക്കട്ടെ, അതായത് ഈ മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഇലക്ഷനെ പറ്റിയിട്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യമേ എന്ത് ചെയ്യണം? we have to inform it to the central government. സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫൈനൽ ഡിസിഷൻ നമ്മളോട് പറയും, അതായിരിക്കും നമ്മളുടെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തീരുമാനിക്കുന്നത് പറഞ്ഞ ആരാ? രേഷ്മ പറയൂ. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആരാ ഡിസൈഡ് ചെയ്യുന്നത്? മെമ്പേഴ്സ് ആണ്. ഓക്കെ, എത്ര കാലത്തേക്കാണ് നമ്മൾ ഈ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്? 5 വർഷത്തേക്കാണ് തീരുമാനിക്കേണ്ടത്. ഇനി 5 വർഷം കാലാവധി തീരുന്നതിന് മുമ്പ് PCI റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, സോ 5 ഇയേഴ്സ് കംപ്ലീറ്റ് ടെൻഡർ തീർത്താൽ മാത്രം, അല്ലെങ്കിൽ 5 ഇയേഴ്സ് കാലാവധി തീർത്താൽ മാത്രമേ അവർ ആ സ്ഥാനം വിടേണ്ട ആവശ്യമുള്ളൂ. ഇനി മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കട്ടെ, അവരെ ഹെൽപ്പ് ചെയ്യുക ആരാണ്? ആരാ? if the elections are to be conducted in the prescribed manner അല്ലെങ്കിൽ in case of any dispute the same has to be referred to the central government. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പറയുന്ന മെമ്പേഴ്സിന് ഇടയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് തീർക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കാഷ്വൽ വേക്കൻസീസ്. ഓക്കെ, so any nominated അല്ലെങ്കിൽ elected member shall hold office for a term of 5 years. അപ്പം ഏതൊരു ഇലക്ടഡ് മെമ്പർ ആയാലും നോമിനേറ്റഡ് മെമ്പർ ആയാലും എത്ര വർഷത്തേക്കായിരിക്കും ഓഫീസ് ഹോൾഡ് ചെയ്യുക? 5 വർഷത്തേക്ക്. ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് നോമിനേഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ ഓർ അണ്ടിൽ ഹിസ് സക്സസർ ഹാസ് ബീൻ ഡൂലി നോമിനേറ്റഡ് ഓർ ഇലക്ടഡ്. അപ്പം അയാളെ തീരുമാനിക്കുന്ന ഇലക്ഷന്റെ ഡേറ്റ് അല്ലെങ്കിൽ ഏത് ദിവസമാണോ അയാളാണ് ഇനിയുള്ള മെമ്പറാ എന്ന് തീരുമാനിക്കുന്നത് മുതൽ 5 വർഷത്തേക്ക് അയാൾക്ക് ആ ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് എ നോമിനേറ്റഡ് ഓർ ഇലക്ടഡ് മെമ്പർ ക്യാൻ റിസൈൻ ഹിസ് മെമ്പർഷിപ്പ് ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ആൻഡ് ടു ദ പ്രസിഡന്റ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മെമ്പർക്ക് അവിടുന്ന് പോകണം എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് പിന്മാറണം എന്ന് തോന്നുകയാണെങ്കിൽ അയാള് സ്വന്തം കൈപ്പടയില് പ്രസിഡന്റിന് ലെറ്റർ എഴുതി കൊടുത്തുകൊണ്ട് അയാൾക്ക് അവിടുന്ന് പോകാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് എ നോമിനേറ്റഡ് അല്ലെങ്കിൽ ഇലക്ടഡ് മെമ്പർ ഷാൽ ബി ഡീംഡ് ടു ഹിസ് വെക്കേറ്റഡ് ഹിസ് സീറ്റ് ഇഫ് ഹി റിമൈൻസ് ആബ്സെന്റ്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, എക്സ് ഒഫീഷ്യോ മെമ്പറിന് മാത്രമാണ് അയാൾക്ക് പകരം അവിടെ ഒരാളെ ഇരുത്താൻ സാധിക്കുന്നത്. അയാൾക്ക് പകരം ഒരു വേറൊരു പേഴ്സണെ അയാൾക്ക് എന്ത് ചെയ്യാം, ഒരാളെ അതോറൈസ് ചെയ്ത് വിടാം, അയാൾക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ മെമ്പേഴ്സിനെ എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് മീറ്റിങ്ങിന് വന്നിട്ടില്ല എങ്കിൽ അയാൾ ആബ്സെന്റ് ആണെങ്കിൽ അയാളുടെ കസേര അവിടെ ഒഴിഞ്ഞു തന്നെ കിടക്കും. വിത്തൗട്ട് സഫീഷ്യന്റ് റീസൺ ടു ദ സാറ്റിസ്ഫിക്കേഷൻ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ഫ്രം 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ് ദ സെൻട്രൽ കൗൺസിൽ. ഓക്കെ, അപ്പൊ അതായത് 3 മീറ്റിംഗ് നടത്തി, ഒരു മീറ്റിങ്ങിന് വന്നില്ല, അയാൾക്ക് സ്വന്തം കൈപ്പടയില് ഒരു ലെറ്ററും എഴുതി അയാൾക്ക് ആ സീറ്റ് വേക്കന്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ അയാൾ വന്നില്ലെങ്കിലും ആ സീറ്റ് വേക്കന്റ് ആയിട്ട് ഇട്ടാൽ മതി. പക്ഷെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ഒരു 3 മീറ്റിങ്ങിന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ കൗൺസിലിന് അതൊരു തീരുമാനത്തിലൂടെ അയാളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കാനോ സാധിക്കും.
അടുത്തത് എ കാഷ്വൽ വേക്കൻസി ഇൻ ദ സെൻട്രൽ കൗൺസിൽ ഷാൽ ബി ഫിൽഡ് ബൈ ഫ്രഷ് നോമിനേഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു ലെറ്റർ എഴുതി വെച്ച് പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതി കൊടുത്ത് അവിടുന്ന് പോകാനായിട്ട് സാധിക്കും അല്ലെ. അവിടുന്ന് ഇറങ്ങി പോകാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ എന്ത് വേണം, ആ വേക്കൻസി നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഫില്ല് ചെയ്യേണ്ടപ്പോ നമ്മൾ എന്താ ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ നടക്കും, അല്ലെങ്കിൽ ഫ്രഷ് നോമിനേഷൻസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. സോ ദ പേഴ്സൺ സോ നോമിനേറ്റഡ് അല്ലെങ്കിൽ ഇലക്ടഡ് ടു ഫിൽ ദ വേക്കൻസി ഷാൽ ഹോൾഡ് ഓഫീസ് ഓൺലി ഫോർ ദ റിമൈനിങ് ടൈം. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരാൾ അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ ആ ഇറങ്ങി പോകുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പുതിയൊരു നോമിനേഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു ഇലക്ഷൻ വെക്കുന്നു. അങ്ങനെ കിട്ടിയിരിക്കുന്ന പുതിയതായിട്ടൊരു ഇത് കിട്ടുമല്ലോ, അതായത് പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്ന ആൾക്ക് ആ ടേം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവിടെ നിൽക്കാനായിട്ട് പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു വർഷമാണെങ്കിൽ ബാക്കിയുള്ള 4 വർഷം മാത്രമേ ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ members of the central council are eligible for റീനോമിനേഷൻ അല്ലെങ്കിൽ റീ ഇലക്ഷൻ. അപ്പം 5 വർഷം കഴിഞ്ഞു, അടുത്ത 5 വർഷത്തേക്ക് വേണമെങ്കിൽ ഇവർക്ക് തന്നെ നിൽക്കാം, അല്ലെങ്കിൽ റീ ഇലക്ഷന് ഇവരെ തന്നെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കാഷ്വൽ വേക്കൻസീസിനെ പറ്റി പറയുന്നത്. ഇതിനിപ്പോ ഒന്നുകൂടെ പറയാം. കുറച്ച് കുട്ടികളെ ഇപ്പം ആരൊക്കെയാണ്, രേണുവും സുപ്രിയൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്താലേ ഒന്നുകൂടെ പറയാം. നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റിനെയും എങ്ങനെ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്ന് പറയുന്നത് സെൻട്രൽ കൗൺസിലാണ് ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ തന്നെ മെമ്പർമാരുടെ ഇടയ്ക്ക് ഇലക്ഷൻ നടത്തിക്കൊണ്ടാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തീരുമാനിക്കുന്നത്. അതേപോലെ ഈ പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഈ മെമ്പേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് ഈ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 5 വർഷത്തേക്കാണ്. 5 വർഷത്തിന് ശേഷം ഇവരെന്ത് ചെയ്യണം, റീ ഇലക്ഷൻ നടത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിട്ട് സെൻട്രൽ കൗൺസിലിൽ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ. If the term of the president അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എക്സ്പയർസ്, ഓക്കെ, അതായത് ഫുൾ ടേം ആകുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ആ ഒരു പീരീഡ് കംപ്ലീറ്റ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവർക്ക് അവരുടെ കാലാവധി തീരുന്നത് വരെയും അവിടെ തുടരാനായിട്ട് അവരെ അനുവദിക്കണം. കാലാവധി 5 വർഷം തീർന്നാൽ മാത്രമേ പുതുതായിട്ട് ഒരു നോമിനേഷനോ ഇലക്ഷനോ നടത്തിയിട്ട് നമുക്ക് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇലക്ഷൻസ് നമ്മൾ നടത്തേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആൻഡ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഈ മെമ്പേഴ്സ് തമ്മിലുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം തരുന്നത് ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും തരുന്നത്. സോ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും മെമ്പർമാർ തമ്മിൽ എടുക്കുന്നു. 5 വർഷമാണ് കാലാവധി. ആ 5 വർഷം പൂർത്തീകരിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അതിനുശേഷം മാത്രമേ നോമിനേഷനും ഇലക്ഷനും ഒക്കെ നടക്കുകയുള്ളൂ. ഇനി പറയുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പ്രവർത്തകർ തമ്മിലോ അല്ലെങ്കിൽ മെമ്പേഴ്സ് തമ്മിലോ ഉണ്ടെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും മറുപടി കൊടുക്കുക. ഓക്കെ, ഇനി എത്ര നാൾ ഈ ഓഫീസ് വെക്കണം, വേക്കൻസികൾ എങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് ചോദ്യം. ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും ഈ ഒരു മെമ്പർ സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോകാം. പക്ഷെ അയാൾ എന്ത് ചെയ്യണം, ഒരു ലെറ്റർ എഴുതി പ്രസിഡന്റിന് കൊടുത്തിട്ട് വേണം അയാൾ പോകാനായിട്ട്. ഓക്കെ, സോ ഏതൊരു മെമ്പർ ആണെന്നുണ്ടെങ്കിലും അയാൾക്ക് 5 വർഷം അവിടെ ഭരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഈ 5 വർഷത്തിന് ശേഷം മാത്രമേ അവിടെ നോമിനേഷനോ അല്ലെങ്കിൽ ഇലക്ഷനോ ഒക്കെ നടക്കുകയുള്ളൂ. സോ ഈ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളവരെ ഇപ്പൊ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ ഒരു ലെറ്റർ തന്ന് അവിടുന്ന് പോയി എന്നിരിക്കട്ടെ, 5 വർഷം പൂർത്തീകരിക്കാതെ ഒരു വർഷമായപ്പോ അവിടുന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദ സെൻട്രൽ കൗൺസിലിന് പിന്നെയും ഒരു മീറ്റിംഗ് വിളിച്ച് ഒരു ഇലക്ഷൻ നടത്തി ഒരു നോമിനേഷൻ നടത്തി മെമ്പറിനെ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ സെൻട്രൽ കൗൺസിലില് മീറ്റിങ്ങുകൾ വിളിക്കാറുണ്ട്. ഈ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാര് 3 വട്ടം അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരെ എന്ത് ചെയ്യും, അവരെ കോൺസിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചിട്ട് സെൻട്രൽ കൗൺസിൽ അവരെ അവിടുന്ന് ഡിസ്മിസ് ചെയ്യും. ഓക്കെ, ആൻഡ് നേരത്തെ 5 വർഷം ഇരുന്ന മെമ്പേഴ്സിന്
വീണ്ടും അവിടെ ഇലക്ഷൻ നിൽക്കുവാനുള്ള അധികാരമുണ്ട്. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. 2 മെമ്പേഴ്സിനെ മാത്രം ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇപ്പൊ അവർക്ക് ആ മീറ്റിംഗ്, നമ്മുടെ സെൻട്രൽ കൗൺസിൽ നടത്തുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും 2 മെമ്പേഴ്സിന് അത് ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് വേറൊരാളെ കൊണ്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ആർക്കൊക്കെ ആയിരുന്നു? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന്. എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സിൽ എല്ലാവർക്കും പറ്റുമോ അതോ എങ്ങനെയാ? ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ഒഴിച്ച് ബാക്കി 2 പേർക്കും പറ്റും. അതായത് ഡയറക്ടറേറ്റ് ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറീസ്, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിനും പറ്റും കേട്ടോ. ഓക്കെ, എക്കും ബിക്കും അറ്റൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിക്ക് അവരില്ല എങ്കിൽ വേറൊരാളുടെ അനുവാദത്തോടു കൂടി അവർക്ക് എന്ത് ചെയ്യാം, ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിക്കാം. പക്ഷെ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിങ്ങിന് വരുന്നില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എങ്കിൽ ഇതിന് എന്ത് തീരുമാനം വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് സെൻട്രൽ കൗൺസിൽ PCI ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസിഡന്റിനെ പറഞ്ഞു, വൈസ് പ്രസിഡന്റ് പറഞ്ഞു, എത്ര കാലം, എത്ര കാഷ്വൽ വേക്കൻസീസ്, അത് എങ്ങനെ ഫില്ല് ചെയ്യും, ഇത്രയും വരെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പറ്റിയാണ്. ഏതാണ് പറയാൻ പോകുന്നത്? എക്സിക്യൂട്ടീവ് കമ്മിറ്റി. The Pharmacy Act provides constitution of executive committee by the Central Council. അപ്പൊ നമുക്ക് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനെ അറിയാം അല്ലെ? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. ഈ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനകത്ത് നമുക്ക് ആരെയൊക്കെ തിരഞ്ഞെടുക്കണം? പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. സോ ഫാർമസി ആക്ടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഈ ഫാർമസി ആക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തീരുമാനിക്കുന്നത് സെൻട്രൽ കൗൺസിലാണ്. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഒന്ന് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ടാകും, പിന്നെ 5 other members elected by the സെൻട്രൽ കൗൺസിൽ. സെൻട്രൽ കൗൺസിൽ അവരുടെ തന്നെ മെമ്പറുകളിൽ നിന്ന് 5 മെമ്പേഴ്സിനെ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കകത്ത് ഒരു പ്രസിഡന്റ് ഉണ്ടാവും, ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. ഈ പ്രസിഡന്റ് എന്ന് പറയുന്നതാണ് ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഓക്കെ, പ്രസിഡന്റ് ഈസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. അവ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സിനകത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ടാകും. അതേപോലെ മറ്റ് 5 മെമ്പേഴ്സ് ഉണ്ടാവും. ആ 5 മെമ്പേഴ്സിനെയും തീരുമാനിക്കുന്നത് ആരാണ്? സെൻട്രൽ കൗൺസിൽ അവരുടെ മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് നിന്നാണ് ഈ 5 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി hold the office until the expiry of his term as a member of the Central Council. If re-elected as a member, he can hold the office for the residual term. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഉള്ള മെമ്പേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടാവും? ഒരു പ്രസിഡന്റ് ഉണ്ടാവും, ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? 5 മെമ്പേഴ്സ്, ഈ ഓൾറെഡി ഇലക്ട് ചെയ്ത മെമ്പേഴ്സിന്റെ അകത്തു നിന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു 5 മെമ്പേഴ്സും കൂടെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പം ഇവർ 2 പേരും, ഈ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബാക്കിയുള്ള ഈ മെമ്പേഴ്സിനും 5 വർഷത്തേക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ 5 വർഷം ഇവർ ഈ സെൻട്രൽ കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിട്ട് തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു റീഇലക്ഷൻ നടന്നാൽ മാത്രമേ അവർക്ക് അതിനെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ പവറുകൾ ഉണ്ടെന്ന് നോക്കാം. പവർ ഓഫ് ദ സെൻട്രൽ കൗൺസിൽ ടു മേക്ക് റെഗുലേഷൻസ്. ഓക്കെ, എന്തൊക്കെ പവർ ഉണ്ട് ഈ PCI അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിലിന്? എന്തൊക്കെ പവർ ഉണ്ട്? ദ കൗൺസിൽ ഈസ് ഓതറൈസ്ഡ് ടു ലേ ഡൗൺ റൂൾ ഫോർ ഇറ്റ്സ് പ്രൊസീജിയർ, ഫിക്സ് ദ റേറ്റ് ഓഫ് അലവൻസ് പേയബിൾ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് members of other committee which are previously sanctioned by central government and also decides modes of election. അപ്പം എന്തൊക്കെയാണ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കൗൺസിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്
എന്തൊക്കെ പ്രൊസീജിയറുകൾ വേണം, എത്ര ഫീസ് അടയ്ക്കണം, ഈ മെമ്പേഴ്സിന് എത്ര രൂപ കൊടുക്കണം, അതേപോലെ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളത് പോലെ ഇലക്ഷൻസ് 5 വർഷം കൂടുമ്പോൾ നടത്തണം. അതെങ്ങനെ നടത്തണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം ആരാണ്? സെൻട്രൽ കൗൺസിൽ ആണ് തീരുമാനിക്കുന്നത്. ദ കൗൺസിൽ ഈസ് ഓതറൈസ്ഡ് ടു ലേ ഡൗൺ rules for its procedure, fix the rate of allowance payable to its members and members of other committee which are previously sanctioned by central government and also decides modes of election. അപ്പൊ എന്തൊക്കെ വേണം? സെൻട്രൽ കൗൺസിലുള്ള പ്രൊസീജിയറുകൾ തീരുമാനിക്കുക, ഓരോ പ്രൊസീജിയറിനും എത്ര ഫീസ് വേണം, എത്ര റേറ്റിലാണ്, എത്ര അലവൻസ് നമ്മൾ പേയ്മെന്റ് നമുക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അതേപോലെ പ്രീവിയസ്ലി നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, ആ പ്രൊസീജിയറുകൾ പ്രീവിയസ്ലി സാങ്ഷൻ ചെയ്ത മോഡിൽ തന്നെയാണ് ഇലക്ഷൻ നടത്തേണ്ടത് മുതലായ കാര്യങ്ങളാണ് ഒരു പവർ. ഇലക്ഷൻ നടത്തണം, പൈസ കൊടുക്കണം, അതേപോലെ ഓരോ പ്രൊസീജിയറുകൾ എങ്ങനെ വേണമെന്നുള്ളത്. 2, ഇറ്റ് ഓൾസോ ലേഡ് ഔട്ട് റൂൾസ് for the management of its property and maintenance and auditing of accounts, holding of meetings. അപ്പൊ എന്തൊക്കെയാണ് അതിനുള്ള? പ്രോപ്പർട്ടികളുടെ മാനേജ്മെന്റ്, അക്കൗണ്ടുകളുടെ ഓഡിറ്റും മെയിൻ്റനൻസും, എപ്പോ മീറ്റിംഗ് നടത്തണം, എന്തൊക്കെ ഫങ്ഷൻസ് എവിടെ വെച്ച് നടത്തണം, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ റൂൾസ് തീരുമാനിക്കണം, പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എന്ത് ക്വാളിഫിക്കേഷൻ വേണം, ടേംസ് ഓഫ് ഓഫീസ്, എത്ര കാലം ഒരു ഓഫീസ് നടക്കണം, പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറി, ഇൻസ്പെക്ടേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ് ഓഫ് ദ കൗൺസിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊരു ഗ്രൂപ്പ് അല്ലേ, ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് ആൾക്കാരെ തീരുമാനിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്. അപ്പൊ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പരിപാടി എന്താ? ഇതിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് എന്തൊക്കെ വേണം എന്നുള്ളതായിരിക്കും ഇവർക്ക് കിട്ടുന്ന ഒരു അതോറിറ്റേറ്റീവ് പവർ. എത്ര നാള് ഇത് നടത്തണം, എങ്ങനെ നടത്തണം, പ്രസിഡന്റ് ആരാ, വൈസ് പ്രസിഡന്റ് ആരാ, ഇലക്ഷൻ എങ്ങനെ നടത്തണം, പിന്നെ എത്ര രൂപ കൊടുക്കണം, എത്ര ഡ്യൂട്ടീസ് കൊടുക്കണം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ആരും എന്താ മിണ്ടാത്തെ? ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് the council may constitute from among its members such committees for general and other special purpose as deemed necessary. അപ്പൊ കൗൺസില് അതിന്റെ മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടി മിക്കവാറും എന്ത് ചെയ്യും? കമ്മിറ്റീസ് എല്ലാം ഉണ്ടാക്കും. ഈ കമ്മിറ്റീസ് ഫോർ ജനറൽ അല്ലെങ്കിൽ അതർ സ്പെഷ്യൽ പർപ്പസസ് ആസ് ഡീംഡ് നെസസറി. അപ്പൊ കൗൺസിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവരുടെ മെമ്പറുകൾക്കിടയിൽ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ എല്ലാം കൂട്ടിയിട്ട് മിക്കവാറും കമ്മിറ്റീസ് ഉണ്ടാക്കും. ആ കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി നെസസറി. ഓക്കെ, അടുത്തത് ദ കൗൺസിൽ ഹാസ് ടു ഫർണിഷ് copies of his minutes and those of executive committee together with the summary of annual activities. അപ്പൊ കൗൺസില് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ഇപ്പം പറയില്ലേ, അവരുടെ കുടുംബശ്രീയിലൊക്കെ പോയി മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാന്ന് പറയില്ലേ. സോ അപ്പൊ ഇവർക്കും അതുപോലെ തന്നെയാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ത് ചെയ്യണം? മിനിറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം, അതിന്റെ സമ്മറി എല്ലാം കളക്ട് ചെയ്യുക, എന്നിട്ട് ഇവരെ എല്ലാരെയും ഇത്ര മീറ്റിങ്ങുകൾ ഇത്ര ആഴ്ച കൂടുമ്പോൾ നടത്തി എന്നുള്ള ഡീറ്റെയിൽസ് സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുക്കണം. ഓക്കെ, ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ റിപ്പോർട്ടുകളൊക്കെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് പവേഴ്സ് ഓഫ് സെൻട്രൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഒന്നുമില്ല, അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതായത് അവരുടെ ഇടയ്ക്ക് ഇപ്പൊ ഒരു റൂൾ ഉണ്ടാക്കുക, ആ റൂളുകൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ ഈ പ്രൊസീജിയേഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ദെൻ സെൻട്രൽ ഗവൺമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് എങ്ങനെ ഇലക്ഷൻ നടത്തണം എന്നൊക്കെ ഉള്ളത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സാങ്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ സെൻട്രൽ കൗൺസിലിന്റെ വേറൊരു കാര്യം തന്നെ അവർക്കുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ ആയിരിക്കണം,
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ആയിരിക്കണം, ഓഫീസ് എത്ര കാലം നടത്തണം, എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ പവർ ഉണ്ട് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? സെൻട്രൽ കൗൺസിൽ ആണ്. ദെൻ കൗൺസിൽ എന്താ ചെയ്യുക? അവരുടെ മെമ്പേഴ്സിന്റെ ഇടയ്ക്കുന്ന് തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുക? മെമ്പേഴ്സിനെ ചൂസ് ചെയ്യുക. അതുപോലെ കമ്മിറ്റീസ് നടത്തും. ആ കമ്മിറ്റീസിന്റെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. അത് സെൻട്രൽ ഗവൺമെന്റിന് അയച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് 1991. ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. നമുക്കറിയാം 1948 ഫാർമസി ആക്ട് വന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എഡ്യൂക്കേഷണൽ റെഗുലേഷൻ 1991 അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ED 1991 എന്നാട്ടോ നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കുക. എന്താണ് ED 1991? എഡ്യൂക്കേഷണൽ റെഗുലേഷൻ. The Pharmacy Council of India make regulations which is known as Educational Regulation 1991. So അതിന് വേണ്ടുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? നേച്ചർ ആൻഡ് പീരീഡ് ഓഫ് സ്റ്റഡി എത്രയാണ്? നേച്ചർ ആൻഡ് പീരീഡ് ഓഫ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. റെഗുലർ കോഴ്സ് കഴിഞ്ഞ് എങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്? ഏതൊക്കെ സബ്ജക്റ്റിന് എക്സാമിനേഷൻ വേണം? ഏതൊരു സ്റ്റാൻഡേർഡ് അതിൽ എത്തിയിരിക്കണം? അതേപോലെ എന്തൊക്കെ എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകണം എന്നുള്ള കാര്യം. ദെൻ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗിവിംഗ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. അവ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദെൻ കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ബൈ അതോറിറ്റീസ് ഹോൾഡിംഗ് അപ്രൂവ്ഡ് എക്സാമിനേഷൻസ്. അപ്പം ആരാണ് എക്സാമിനേഷൻ നടത്തേണ്ടത്? ഒരു ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം കുഹാസ് ആണെങ്കിൽ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് എക്സാം നടത്തുന്നതെങ്കിൽ അവര് ഫുൾഫിൽ ചെയ്യേണ്ട കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെയാണ് എഡ്യൂക്കേഷൻ റെഗുലേഷൻസിനകത്ത് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, മിനിമം ക്വാളിഫിക്കേഷൻ. ഒരു എന്താ പറയാ, ഒരു ഫാർമസി കൗൺസിൽ ഇന്ത്യ 1991 പറയുന്നത്, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷനിൽ കുറച്ച് റെഗുലേഷൻസ് വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാ? ഒന്ന്, ഒരു കോഴ്സ്, ഒരു ഇപ്പൊ +2 അല്ലേ, പൊതുവെ നമുക്ക് ഡി ഫാമിനോ ഫാം ഡിക്കോ അല്ലെങ്കിൽ ബി ഫാമിനോ ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? +2 ആണ്. അപ്പൊ മിനിമം ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. പിന്നെ എത്ര നാളുണ്ടാവും, ആ കോഴ്സിന്റെ സ്വഭാവം എന്താണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ സബ്ജക്റ്റിന് എക്സാം നടത്തണം, എന്തൊക്കെ എക്യുപ്മെന്റ്സും ഫെസിലിറ്റിയും ആ ലാബിലും ആ പർട്ടിക്കുലർ കോളേജിലും ഉണ്ടായിരിക്കണം. ഇനി അവിടെ നമുക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് തരാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, ടീച്ചേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കാണിച്ച് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് നടത്തി പ്രാക്ടിക്കൽ ട്രെയിനിങ് തരുവാനുള്ള സംവിധാനം അവിടെ ഉണ്ടോ? ദെൻ എക്സാമിനേഷൻസ് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? അവരതിൽ പ്രോപ്പർലി ഓതറൈസ്ഡ് ആണോ? ഇതൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ റെഗുലേഷനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി സെൻട്രൽ കൗൺസിൽ ബിഫോർ സബ്മിറ്റിംഗ് ദി എഡ്യൂക്കേഷൻ റെഗുലേഷൻ or any amendment, therefore in case there may be the central government for approval, send copies of draft to educational regulation and all subsequent amendment to state government and take into consideration the comments of any central government receiving within 3 months from the furnishing of the copies of the central council. ഒന്നുമില്ല, എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ റെഗുലേഷൻ വരുത്തുകയാണെങ്കിൽ അപ്പൊ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനും അതേപോലെ ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻസിലേക്കും എന്ത് ചെയ്യണം? ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. ആ ലെറ്റർ 3 മാസത്തിന്റെ ഉള്ളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ, ലെറ്റർ കിട്ടിയ 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ അതെന്ത് ചെയ്യണം? നടപ്പിലാക്കുകയും വേണം. ഓക്കെ. The ER then is published in official gazette by central government as directed by the state central council. Okay, അപ്പം എന്ത് ചെയ്യുന്ന ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻ ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫ്രം ടൈം ടു ടൈം റിപ്പോർട്ട് ദ സെൻട്രൽ കൗൺസിൽ ഓൺ ദ എഫിഷ്യൻസി ഓഫ് ER ആൻഡ് മേ റെക്കമെൻഡ് ദ സെൻട്രൽ കൗൺസിൽ സച്ച് അമെൻഡ്മെന്റ് thereof. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ത് ചെയ്യും? സമയാനുസൃതമായിട്ട് സെൻട്രൽ കൗൺസിലിന് എഡ്യൂക്കേഷൻ റെഗുലേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഒരുപാട് ഇങ്ങനെ ബ്രോഡ് ആണെന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ബേസിക് കൺസെപ്റ്റും
അവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ MCQ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റും, പേടിക്കണ്ട കേട്ടോ. സോ എഡ്യൂക്കേഷൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ 1991 പേരിൽ നിന്ന് തന്നെയുണ്ട് എഡ്യൂക്കേഷനുള്ള റെഗുലേഷൻസ്. എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ആര് പഠിപ്പിക്കണം, എത്ര നാള് പഠിപ്പിക്കണം, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, ഇതൊക്കെ തന്നെയാണ് എഡ്യൂക്കേഷൻ റെഗുലേഷനിൽ നമ്മൾ പറയുന്ന കാര്യം. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻ തീരുമാനിക്കുന്ന എല്ലാം ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഓരോ ഇത്ര നാൾ കൂടുമ്പോഴും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഓരോ ലെറ്റർ ഓഫ് ചേഞ്ച് ഇങ്ങനെ കൊടുക്കും. സെൻട്രൽ കൗൺസിൽ കുറെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ വെക്കുമല്ലോ, ഇന്ന മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ ഇന്ന പുതിയ കോഴ്സുകൾ ആരംഭിക്കാം, അല്ലെങ്കിൽ ഇന്ന കോഴ്സ് നിർത്തലാക്കാം, ഇന്ന കോഴ്സിൽ പുതിയ സബ്ജക്റ്റുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇത്ര മണിക്കൂറത്തേക്ക് വേണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വെക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി വെച്ചതനുസരിച്ച് സെൻട്രൽ കൗൺസിൽ സെൻട്രൽ ഗവൺമെന്റിന് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അതായത് ഇപ്പം ഒരു കോഴ്സ് പുതുതായിട്ട് തുടങ്ങാൻ പോവുകയാണെങ്കിൽ പൊതുവെ ഗസറ്റിൽ വരുന്നതിന് മുമ്പേ സ്റ്റേറ്റ് ഗവൺമെന്റ് അറിയും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് 3 മാസത്തിന്റെ ഉള്ളിൽ പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഒഫീഷ്യൽ ഗസറ്റിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യും? ഇതിനെ പബ്ലിഷ് ചെയ്യും. ഇതാണ് എഡ്യൂക്കേഷൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് റെഗുലേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ റെഗുലേഷൻ ടു സ്റ്റേറ്റ്. ഓക്കെ, സോ ഒരു സ്റ്റേറ്റിന്റെ എഡ്യൂക്കേഷൻ റെഗുലേഷനെ പറ്റിയാണ് പറയുന്നത്. After the constitution of the state council under chapter 3 and after consultation with state council, the state government may at any time may by notification the official gazette declare that ER അല്ലെങ്കിൽ education regulation shall take effect in the state. If however no such declaration has been made, the ER shall take effect in the state after 3 years from the date of constitution of the സ്റ്റേറ്റ് കൗൺസിൽ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു, ഒരു സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടായതിനു ശേഷം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏത് സമയവും എന്ത് ചെയ്യാം? ഒഫീഷ്യൽ ഗസറ്റില് ഈ പറയുന്ന എഡ്യൂക്കേഷണൽ റെഗുലേഷനെ പറ്റിയിട്ട് പറയാൻ സാധിക്കും. പക്ഷെ ഒരു ഡിക്ലറേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ റെഗുലേഷൻ 3 വർഷത്തിന്റെ ഉള്ളിൽ സ്റ്റേറ്റ് കൗൺസിലിന് പ്രാവർത്തികമാക്കാനുള്ള ഒരു എന്താ പറയുക അധികാരവും ഉണ്ട്. ഇനി ഫാം ഡി റെഗുലേഷൻ 2008 എന്നൊരു ഇതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ റെഗുലേഷൻ പറയുമ്പോൾ പുതിയ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പഴയ ഒരു കോഴ്സ് എടുത്തു മാറ്റാനും പുതിയ ഒരു എക്സാം നടത്താനും അല്ലെങ്കിൽ പഴയ ഒരു കോഴ്സിനെ മോഡിഫിക്കേഷനോട് കൂടി നിലനിർത്താനുമായിട്ട് സാധിക്കും. അപ്പൊ ഫാം ഡി എന്ന് പറയുന്നത് 2008 പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഴ്സ് ആയിരുന്നു അല്ലെ. ഞങ്ങളൊക്കെ 2014 ഫാം ഡി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 2008 തന്നെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കോഴ്സാണ് ഫാം ഡി. ദ ക്വാളിഫിക്കേഷൻ ഈസ് കൺസിഡേർഡ് for the purpose of registration as a pharmacist to practice the profession under the Pharmacy Act 1948. ഫാർമസി ആക്ട് 1948 പറയുന്നത് പ്രകാരം ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു പുതിയ കോഴ്സാണ് ഫാം ഡി. ലോഞ്ച് ചെയ്തത് 2008. ഇനി അതിന് തന്നെ ഫാം ഡിയും ഉണ്ട്, ഫാം ഡി പോസ്റ്റ് ബാച്ചുലേറ്റും ഉണ്ട്. അപ്പം നമുക്ക് തന്നെ അറിയില്ല, ബിഫാം കഴിഞ്ഞ ആൾക്കാർക്ക് ഫാം ഡിയിലേക്ക് ജോയിൻ ചെയ്യാം. 2 തരത്തിൽ ഫാം ഡി പഠിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ട്. സോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൊത്തം 6 കൊല്ലമാണ്. 5 വർഷം പഠിക്കുന്നു, 1 വർഷം ഇന്റേൺഷിപ്പ്. ഓരോ അക്കാഡമിക് ഇയറിലും ഇവർ എന്ത് ചെയ്യും? ഈച്ച് അക്കാഡമിക് ഇയർ ഷാൽ സ്പ്രെഡ് ഓവർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 200 വർക്കിംഗ് ഡേയ്സ്. അപ്പം ഓരോ ഇയറും 200 വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും. ആൻഡ് ഈ 6 അക്കാഡമിക് ഇയർ ഡ്യൂറേഷൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഫേസ്. അപ്പം ഈ നമുക്കറിയാം 6 ഫേസ് ഉണ്ടല്ലോ, 6 അക്കാഡമിക് ഫേസ് നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിനകത്ത് ഈ പഠിപ്പിക്കുന്ന ഭാഗങ്ങള് ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4 ആൻഡ് ഇയർ 5 എന്ന് പറയുന്നത് ഒരു ഫേസ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഫേസ് ആയിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുക. ഈ സെപ്പറേറ്റ് ഫേസ് 2 എന്ന് പറയുന്ന അവിടെ ഇന്റേൺഷിപ്പ് ഉണ്ട്, റെസിഡൻസി ഉണ്ട്. 6 വർഷത്തിലുള്ള നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ 6 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ആ 1 വർഷത്തിൽ 6 മാസം
6 സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണം. സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം OBG, അതായത് ഗൈനക്ക്, സർജറി അല്ലെങ്കിൽ പീഡിയാട്രിക്സ്, അതുപോലെ സ്പെഷ്യാലിറ്റീസ് ഇല്ലേ, ന്യൂറോളജി, നെഫ്രോളജി, അങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസിൽ നമ്മൾ ഒരു 6 months കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഫാർമസി പ്രാക്ടീസിന് വേണ്ടിയിട്ടും ഔട്ട് പോസ്റ്റിംഗും കിട്ടും. അതായത് നമുക്ക് പുറത്ത് പോവാം, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവിടെ പോയിട്ട് ബാക്കിയുള്ള 6 മാസത്തിൽ ഒരു 3 മാസമൊക്കെ നമുക്ക് വേറെ ഹോസ്പിറ്റൽസ് ചെലവാക്കാം. ഓക്കെ, ഇനി പോസ്റ്റ് ബാച്ചിലേറ്റ് ഉണ്ട്. ഓക്കെ, ദിസ് കോഴ്സസ് ഫുൾ ടൈം ഫോർ 3 academic years. അത് 2 വർഷം പഠിക്കുക, 1 വർഷം ഇന്റേൺഷിപ്പ്, അതാണ് പോസ്റ്റ് ബാച്ചിലേറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനാരിയോയിൽ അത് വർക്കിംഗ് ആണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിസ്റ്റം പ്രകാരം പോസ്റ്റ് ബാച്ചിലറായിട്ട് എനിക്ക് തോന്നുന്നു 3rd ഇയറിലേക്ക് എങ്ങാണ്ട് ജോയിൻ ചെയ്തിട്ടാണ് തോന്നുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം phase 1 എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും അക്കാഡമിക് ഇയറും, അതെ. phase 3 എന്ന് പറയുന്നതാണ് ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും. 3rd ഇയർ മുതലാണ് അവർ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇത് പൊതുവേ നമുക്ക് ബിഫാം ആയിക്കോട്ടെ ഫാം ഡി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമുക്ക് +2 ആണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫോർ അഡ്മിഷൻ. ആൻഡ് ഫിസിക്സോ കെമിസ്ട്രിയോ കമ്പൽസറി സബ്ജക്റ്റ് ആണ്. മാത്സും ബയോളജിയും നമുക്ക് എന്തായിരുന്നു, ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിരുന്നു. ഇനി ഡിഫാം ആണെങ്കിലോ, ഇത് ഫാം ഡിയുടെ കാര്യമാണ് പറയുന്നത്, +2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കമ്പൽസറി സബ്ജക്റ്റ് ആണ്. മാത്സും ബയോളജിയും ഓപ്ഷണലായിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. ഡിഫാം ആണെങ്കിൽ PCI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ പഠിക്കാനായിട്ട് പാടുള്ളൂ. സെക്ഷൻ 12 ഫാർമസി ആക്ടിന്റെ സെക്ഷൻ 12 അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിഫാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എനി അതർ ക്വാളിഫിക്കേഷൻ അപ്രൂവ്ഡ് ബൈ PCI ആസ് equivalent to any of the above examination. Any other qualification approved by PCI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈക്വലന്റ് ആയിട്ടുള്ള ഏത് എക്സാം പാസ് മതി. +2 ഈക്വലന്റ് ആയിട്ടുള്ള എക്സാമുകൾ പാസ്സായാലും നമുക്ക് ഡിഫാമിന് അപ്ലൈ ചെയ്യാം. ദെൻ ഫാം ഡി പോസ്റ്റ് ബാച്ചിലേറ്റ് ആണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിഫാം ആണ്. അവിടെ PCI അപ്രൂവ് ചെയ്തിട്ട് സെക്ഷൻ 12 ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഫാർമസി ആക്ടിന്റെ സെക്ഷൻ 12 ആണ് നമ്മളോട് ഏത് പഠിക്കണം, എവിടെ ചേരണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ദെൻ ഈ SC ST OBC കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അനുസരിച്ച് അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് സമയാനുസൃതമായിട്ട് ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഈ നമ്പർ ഓഫ് സീറ്റ് എന്ന് പറയുന്നത് 30 ആണ് ഫാം ഡിക്ക്. ആൻഡ് പോസ്റ്റ് ബാച്ചുലേറ്റിന്റെ കേസിൽ 10 സീറ്റുകളേ ഉള്ളൂ. അതേപോലെ വിഡ്രോവൽ ഓഫ് അപ്രൂവൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. വിഡ്രോവൽ ഓഫ് അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മുടെ സെൻട്രൽ കൗൺസിലിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു മിനിറ്റ്സ് കൊടുക്കുക നമ്മൾ പറഞ്ഞില്ലേ, ഈ മിനിറ്റ്സ് തന്നെ അവർക്ക് അത് അപ്രൂവ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ വിഡ്രോവൽ ഓഫ് അപ്രൂവൽ എന്നും ഒരു കണ്ടീഷനിലേക്ക് ചെയ്യാം. അതായത് if the executive committee report to the central council that an institution അല്ലെങ്കിൽ authority holding an approved course of study അല്ലെങ്കിൽ examination shall not continue to be in conformity with the education regulation, the central council may give notice to the authority concerned for the intention withdrawing the declaration of approval recorded. The said authority then should make a representation within 3 months from the receipt of such notice and forward to the central council through the state government. ഒന്നുമില്ല, എന്തെങ്കിലും ഒരു ഡിക്ലറേഷൻ ഇറക്കി എന്നിരിക്കട്ടെ. അതായത് ഇപ്പൊ അവര് പറയാണ് ഇനി മുതൽ എക്സാം ഒന്നും ഒരു എന്താ പറയാ അതിശയോക്തി, ഒരു എക്സാമ്പിളാ പറയണ കേട്ടോ. ഇനി മുതൽ എക്സാം ഒന്നും ഇല്ലാതെ ഫാർമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കാഡമിക് മാർക്സ് വെച്ചിട്ട് അവർക്ക് കയറാം, ജോലിയിൽ പ്രവേശിക്കാം എന്ന് സെൻട്രൽ കൗൺസിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഒരു റിപ്പോർട്ട് ഇറക്കുകയാണ് എന്നിരിക്കട്ടെ. ഇതിന് ശേഷം ഇത് ശരിയല്ല എന്ന് തോന്നുന്ന സമയം ഈ ഇറക്കിയിരിക്കുന്നത് തിരിച്ചു വിളിക്കാനായിട്ടുള്ള ഒരു അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഉണ്ട്.
മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ടേക്കിംഗ് കൺസിഡറേഷൻ റെപ്രസെന്റേഷൻ റിസീവ്ഡ് ഫ്രം അതോറിറ്റി കൺസേൺ അല്ലെങ്കിൽ എനി ഒബ്സർവേഷൻ ദെയർബൈ the central government may think to make the central council may declare that the course of study അല്ലെങ്കിൽ examination shall be deemed to be approved only for the fulfillment of specific condition. അതേപോലെ പഠനത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. സെൻട്രൽ കൗൺസിലിനും സ്റ്റേറ്റ് കൗൺസിലിനും വേണ്ട വിധത്തിലുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് തന്നെ ഒരു കോഴ്സ് അപ്രൂവ് ചെയ്യാനും അതിന്റെ ഫുൾഫിൽമെന്റ് വരെ എത്തിക്കാനും ഈ വിഡ്രോവൽ ഓഫ് അപ്രൂവൽ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് രാവിലത്തെ സെക്ഷനിൽ നോക്കുന്നത്. ഇത് ഒരുപാടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. നമുക്കിനി ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ഓഫൻസസ്, പെനാൽറ്റീസ്, ലോൺ ലൈസൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. സോ എല്ലാ ദിവസവും കുറച്ച് വെച്ച് പഠിക്കാം കേട്ടോ. കുറച്ചേ ഉള്ളൂ ജൂറിസ് നമ്മുടെ സിലബസ് പ്രകാരം. ഇനി നമുക്ക് ഇന്നലെ നമ്മൾ ABCDE വരെയാണ് അല്ലെ ഇന്നലെ പഠിച്ചിരുന്നത് ഷെഡ്യൂള്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഷെഡ്യൂൾ നോക്കാം. സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഷെഡ്യൂൾ F ആണ് കേട്ടോ. സോ ഷെഡ്യൂൾ F എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. ഓക്കെ, ഷെഡ്യൂൾ F എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. അതിൻ്റെ അകത്ത് തന്നെ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്, പാർട്ട് 3 ഉണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് വാക്സിൻസും വൈറസും ബാക്ടീരിയസൈഡും ആയിരിക്കും വരിക. പാർട്ട് 2 എന്ന് പറയുന്നത് ആനിമൽസ് നിന്ന് എടുത്തിട്ടുള്ള സെറം. ഓക്കെ, സെറ അല്ലെങ്കിൽ സെറം ഫ്രം ആനിമൽസ്. പാർട്ട് 3 എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഏജൻസ്. ഓക്കെ, ഇനി F2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ സർജിക്കൽ ഡ്രസ്സിംഗ്. ഓക്കെ, അപ്പം സർജറി അല്ലെങ്കിൽ സർജിക്കൽ ഡ്രസ്സിങ് ചെയ്യുന്നത് ആരൊക്കെ തമ്മിലാണ്? ഡോക്ടറും പേഷ്യന്റും മാത്രമേ, അല്ലെങ്കിൽ ഒരു നേഴ്സും പേഷ്യന്റും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 പേരെ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ക്ലൂ ഇടുക. അപ്പൊ F2 എന്ന് പറയുമ്പോൾ ആലോചിക്കുക, 2 പേരെ അവിടെ ഉള്ളൂ. സർജിക്കൽ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്. അപ്പം F2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ സർജിക്കൽ ഡ്രസ്സിംഗ്. ഓക്കെ, അടുത്ത നമ്മൾ F3 എന്നാണ് പറയുന്നത്. F3 എന്ന് പറയുന്നത് അംബിലിക്കൽ ടേപ്സിന്റെ ഒരു സ്റ്റാൻഡേർഡ്. അംബിലിക്കൽ ടേപ്പ് ആർക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഒരു സെക്ഷൻ ഒക്കെ കഴിയുമ്പോൾ കുട്ടിയുടെ അംബിലിക്കൽ കോഡില് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അംബിലിക്കൽ ടേപ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒരു തവണ ചോദിച്ചിരുന്നു. അംബിലിക്കൽ ടേപ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാൽ ഈ ബ്ലഡ് വെസൽ ഉണ്ടല്ലോ, ലാർജർ ബ്ലഡ് വെസൽസ് ഒക്കെയാണ്. അപ്പം ആ ലാർജർ ബ്ലഡ് വെസൽസിനെയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും അംബിലിക്കൽ ടേപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അവിടുത്തെ വെസലിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അംബിലിക്കൽ ടേപ്സ്. അപ്പൊ അവിടെ 3 ആൾക്കാരുണ്ട് എന്ന് ആലോചിക്കുക. ഓക്കെ, അംബിലിക്കൽ ടേപ്പ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഡെലിവറി ആലോചിക്കുക. അപ്പൊ അവിടെ അമ്മയുണ്ട്, കുട്ടിയുണ്ട്, ഡോക്ടറുണ്ട്, 3 ആൾക്കാരുണ്ട്. സോ F3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർ അംബിലിക്കൽ ടേപ്പ്. ആൻഡ് FF എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോർ ഒഫ്താൽമിക് പ്രിപ്പറേഷൻ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു FF എന്ന് പറഞ്ഞാൽ 2 കണ്ണുണ്ട്. അപ്പം ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്. ഓക്കെ, സോ F എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. അതിനകത്ത് തന്നെ 3 പാർട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പാർട്ട് 1 എന്ന് പറയുന്നത് വാക്സിൻസും വൈറസും ബാക്ടീരിയസിഡും. പാർട്ട് 2 എന്ന് പറയുന്നത് സേറ ഫ്രം ലിവിങ് ആനിമൽസ്. പാർട്ട് 3 എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഏജൻസ്. F2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഫോർ സർജിക്കൽ ഡ്രസ്സിങ്സ്. F3 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് അംബിലിക്കൽ ടേപ്സ്, ഡോക്ടറും മദറും ബേബി. FF എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ്. 2 കണ്ണ്. സോ FF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 കണ്ണെന്ന് ആലോചിക്കുക. ഒഫ്താൽമിക് പ്രിപ്പറേഷൻ, കണ്ണിൽ ഉപയോഗിക്കേണ്ട പ്രിപ്പറേഷൻസിന്റെ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത്. ഇനി അടുത്തത് G. സോ ഡ്രഗ്സ് യൂസ് ആൻഡ് എക്സ്പേർട്ട് സൂപ്പർവിഷൻ. അപ്പൊ നമ്മൾ G എന്നുള്ളതിന് ഗോഡ് എന്നുള്ള ക്ലൂ ഇടുക. ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മേളിൽ നിന്ന് നോക്കി കാണുന്ന ആളാണ് നമ്മൾ ഗോഡ് എന്നുള്ള വേർഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ്പേർട്ട് സൂപ്പർവിഷൻ, ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് ഷെഡ്യൂൾ G. ഇനി ഷെഡ്യൂൾ H അറിയാലോ, അണ്ടർ പ്രിസ്ക്രിപ്ഷൻ. ഒരാൾ പ്രിസ്ക്രിപ്ഷൻ തന്നാൽ മാത്രമേ നമുക്ക് അയാൾക്ക് ആ മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഷെഡ്യൂൾ J എന്ന് പറഞ്ഞ അലോപ്പതിക് സിസ്റ്റം കൊണ്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഡിസീസുകളുടെ ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ
ജെ എന്ന് പറയുന്നത് എക്സാമ്പിൾ ജോണ്ടിസ് ഇടുക. മഞ്ഞപ്പിത്തം വന്നാൽ സിംറ്റോമാറ്റിക്കലി അതിനെ ട്രീറ്റ് ചെയ്യുക എന്നല്ലാണ്ട് അതിന് ഇതുവരെ നമ്മൾ എന്ത് മരുന്ന് കൊടുത്ത് മാറ്റാമെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. സോ ഷെഡ്യൂൾ ജെ ജോണ്ടിസ് എന്ന് ക്ലൂ ഇടുക. ഓക്കെ, അടുത്ത ഷെഡ്യൂൾ കെ എന്ന് പറയുന്നത് ഡ്രഗ് എക്സ്റ്റംപ്റ്റഡ് ഫ്രം മാനുഫാക്ചറിങ് പ്രൊഫഷൻസ്. അതായത് മാനുഫാക്ചറിങ് പ്രോസസ്സിന് സർട്ടൺ റൂൾസ് ഉണ്ട് അല്ലെ. ഈ റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, അതില്ലെങ്കിൽ ഇപ്പം ചില മെഡിസിൻസ് നമുക്ക് ഈ പർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്യാൻ പറ്റാതെ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അത്തരം റൂളുകളെ നമ്മൾ കിങ് ഓഫ് ഡ്രഗ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കെ ഡി ആൻഡ് കമ്പനി. ഓക്കെ, ദി ആർ കിങ് ഓഫ് ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ആ കിങ്ങുകളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ മാനുഫാക്ചറിങ് പ്രൊസീജിയറിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഷെഡ്യൂൾ എം എന്ന് പറയുന്നത് എന്താണ്? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എം എന്ന് പറയുന്നത്. എന്നിൽ തന്നെ സബ് കാറ്റഗറി ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ എഫ് പറഞ്ഞു. എഫ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. 3 പാർട്ടുണ്ട്. 1 എന്ന് പറയുന്നത് വാക്സിൻസ്, വൈറസ്, ബാക്ടീരിയൽസ്. പാർട്ട് 2 എന്ന് പറയുന്നത് ലിവിങ് ആനിമൽസിൽ നിന്ന് കിട്ടുന്ന സിറ. പാർട്ട് 3 എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഏജൻസ്. F2 എന്ന് പറയുന്നത് സർജിക്കൽ ഡ്രസ്സിങ്സിന്റെ സ്റ്റാൻഡേർഡ്. F3 എന്ന് പറയുന്നത് അംബിലിക്കൽ ടേപ്സിന്റെ സ്റ്റാൻഡേർഡ്. FF എന്ന് പറയുന്നത് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിന്റെ സ്റ്റാൻഡേർഡ്. G എന്ന് പറയുന്നത് ഡ്രഗ്സ് യൂസ്ഡ് അണ്ടർ ഈ എക്സ്പ്രസ് സൂപ്പർവിഷൻ. നമുക്ക് എന്താ പറയാ, എക്സ്പേർട്ട് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ നോക്കിയാൽ മാത്രം കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ്സ്. ഷെഡ്യൂൾ എച്ച് എന്ന് പറഞ്ഞാലോ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാൻ പറ്റുന്നത്. ജെ എന്ന് പറയുന്നത് അലോപ്പതി കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഡിസീസുകൾ. കെ എന്ന് പറയുന്നത് കിങ് ആണ്, അവനെ മാനുഫാക്ചറിങ് പ്രൊഫഷൻസിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എം എന്ന് പറഞ്ഞാല് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ഷെഡ്യൂൾ ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മള് ഷെഡ്യൂൾ എം വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ വൈകുന്നേരത്തെ ക്ലാസ് എനിക്ക് അത്ര ഉറപ്പില്ല എടുക്കാൻ പറ്റുമോന്ന്. ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം കേട്ടോ.